നിങ്ങളുടെ പെങ്ങളെ കെട്ടിയെടുത്തിട്ടുണ്ടല്ലോ. സുജയ, നിനക്ക് എന്തിന്റെ കേടാ? അല്ല, ഇപ്രാവശ്യം എത്രയാ ചോദിച്ചിരിക്കണേ? കഴിഞ്ഞ പ്രാവശ്യം 25,000, അതിന്റെ മുന്നത്തെ പ്രാവശ്യം 30,000. സുജയ, അല്ലെങ്കിൽ തന്നെ എന്റെ കൺട്രോൾ പോയിരിക്കുകയാണ്. ഇനി നീ ആയിട്ടും കൂടെ തുടങ്ങല്ലേ പ്ലീസ്. നിങ്ങൾ എന്താ എന്നെയും കുഞ്ഞിനെയും കുറിച്ച് ആലോചിക്കാത്തേ? നിങ്ങൾ ഒറ്റൊരാളുടെ ശമ്പളം കൊണ്ടാണ് ഈ വീട് കഴിഞ്ഞു പോകുന്നത്. അച്ഛനെ അമ്മേനെയും നോക്കാം, അത് കടമയാണ്. ഇത് കെട്ടിച്ചു വിട്ട പെങ്ങളെയും കൂടെ നോക്കണം എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ ശരിയാവുന്നേ? കുഞ്ഞു വളർന്നു വരാൻ നിങ്ങൾ ഇതുവരെ ഒരു 10 പൈസ എന്റെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്റെ അമ്മ ഡെയിലി രാവിലെ വിളിച്ച് ചോദിച്ചോണ്ടിരിക്കുക, കുഞ്ഞു വളർന്നു വരുന്നതല്ലേ, എന്തെങ്കിലും നീ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടോന്ന്. അറിയാവോ? എടി, അതൊക്കെ ശരി തന്നെ, പക്ഷെ അവൾ എന്റെ പെങ്ങളല്ലേ. പെങ്ങളെ നല്ല അന്തസ്സായിട്ട് കെട്ടിച്ചു വിട്ടതല്ലേ. ഇത് ഇടയ്ക്കിടയ്ക്ക് അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരുന്ന എന്തിനാന്ന് ഞാൻ ചോദിക്കുന്നത്. എന്ത് സുജേ? ഇത് അവന്റെ അവളെയും കൂടെ പ്ലാനിങ് ആണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. എല്ലാ മാസം നിങ്ങളുടെ പൈസ അടിച്ചു മാറ്റാനായിട്ട്. ഇപ്രാവശ്യം പൈസ മേടിച്ചു പോയിട്ട് അടുത്ത മാസം ചേട്ടാന്ന് പറഞ്ഞ് വന്നില്ലെങ്കിൽ എന്റെ പേര് മാറ്റി വിളിച്ചോ നിങ്ങള്. ഇനി ഏതായിരുന്നാലും ഞാൻ കാശ് കൊടുക്കാൻ പോണില്ല. അല്ലെങ്കിൽ തന്നെ എന്റെ കാശും ഇല്ല കൊടുക്കാൻ. പിന്നെ എന്ത് ചെയ്യാൻ പോണ്? അവളും മോളും ഇവിടെ നിൽക്കട്ടെ. ആഹാ, അത് കൊള്ളാലോ, നന്നായിട്ടുണ്ട്. അവളും കുട്ടി ഇവിടെ നിന്നോട്ടെ, നടന്നത് തന്നെ. അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ അമ്മയ്ക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഇനി ഇവളും കൂടെ വന്നാ പിന്നെ രണ്ടും കൂടി ഇരുന്ന് എന്നെ കുറിച്ച് കുറ്റം പറയലായിരിക്കും മെയിൻ പരിപാടി. അല്ലെങ്കിൽ തന്നെ ഇവള് വന്നാ പിന്നെ ഇവള് പോകുന്നത് വരെ നിങ്ങളുടെ അമ്മ എന്നോട് ഒരു അക്ഷരം ഇടാറില്ല, അറിയാവോ? സുജയ്, നീ ഇനി എന്തൊക്കെ പറഞ്ഞിരുന്നാലും അവളും മോളും ഇവിടെ തന്നെ നിൽക്കും. ഇത് അവരെയും കൂടെ വീടല്ലേ. നീ പോയി കഴിക്കാൻ വല്ലതും എടുത്തു പോയി. നീ ഇതിനെ പറ്റി ഒരു സംസാരം വേണ്ട.